ഉമർ റളിയല്ലാഹു തആല വീട്ടിലേക്ക് കയറി വന്ന് സലാം പറഞ്ഞു. എല്ലാ ഭാര്യമാരും കൂടെ ഉമർ റളിയല്ലാഹു തആല കണ്ട ഉടനെ ഓടി ഹിജാബിന്റെ പിറകിലേക്ക് ഒളിച്ചു. ഉമർ റളിയല്ലാഹു തആല നേരെ റസൂലിന്റെ അരികിലേക്ക് വന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിക്കാൻ. ഉമർ റളിയല്ലാഹു തആല മറുപടി, അദ്ഹഖല്ലാഹു സിന്നക യാ റസൂലല്ലാഹ്. ഇത് അറബികളുടെ ഒരു പ്രയോഗമാണ്. നബിയെ അങ്ങ് ചിരിക്കാണോ? എന്തിനാണ് നബി അങ്ങ് ചിരിക്കുന്നത്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി, അജിബ്തു മിൻ ഹഉലാഇ ഇല്ലാത്തി കുന്ന ഇൻദി ഫലമ്മ സമിഅത സൗതക ഇബ്തദർനൽ ഹിജാബ്. ഉമറിന്റെ ശബ്ദം കേട്ടപ്പോ കുറച്ച് ഓടി ഒളിച്ച കുറച്ച് ടീമുണ്ടായിരുന്നു ഇവിടെ. അങ്ങയുടെ ശബ്ദം കേട്ടപ്പോ പേടിച്ച് ഹിജാബിന്റെ പിറകിൽ ഒളിച്ചിരിക്കണ കുറച്ച് ആൾക്കാരുണ്ട്. അവരെ കുറിച്ച് ആലോചിച്ചിട്ടാണ് ഞാൻ ചിരിച്ചത്. ഉമർ റളിയല്ലാഹു അൻഹു ദേഷ്യം പിടിച്ചു. സ്വന്തത്തിന്റെ ശത്രുക്കളെ നിങ്ങൾ അള്ളാന്റെ റസൂലിനെ പേടിക്കാതെ ഉമറിനെ പേടിച്ചിരിക്കാണോ? റസൂലിനല്ലേ നിങ്ങൾ പേടിക്കേണ്ടത്? ശബ്ദം ഉയർത്തി അവരെ ചീത്ത പറഞ്ഞു. പതിഞ്ഞൊരു ശബ്ദത്തിൽ ഹിജാബിന്റെ പിറകിൽ നിന്ന് കേട്ടു. അതിന് ഉമർ ദേഷ്യം പിടിക്കണമെന്നാണ്. അള്ളാന്റെ റസൂൽ അങ്ങനല്ല. ഉമറെ, നിങ്ങൾ ദേഷ്യക്കാരനാണ്, അതുകൊണ്ടാണ് നിങ്ങളെ പേടി. നിങ്ങൾ വല്ലാത്ത ദേഷ്യം പിടിക്കുന്ന ആളാണ്. അള്ളാന്റെ റസൂല് ലോല ഹൃദയനാണ്, അതുകൊണ്ട് റസൂലിനോട് ഞങ്ങൾ തർക്കിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദി മാ ലഖിയക ശൈത്താനു ഖത്തുൻ സാലികൻ ഫജ്ജൻ ഇല്ലാ സലക ഫജ്ജൻ ഗൈറ ഫജ്ജിക്. ഉമറിന്റെ ദേഷ്യം പ്രശ്നമുള്ളതല്ല. ഉമറിനെ പിശാചുരു വഴിയിൽ കണ്ടാൽ ആ വഴിയിൽ പിശാചു പ്രവേശിക്കില്ല ഉമർ. അതാണ് ഉമറിന്റെ പ്രത്യേകത. അവർ പറഞ്ഞത് കാര്യാക്കണ്ട ഉമർ. നിങ്ങളുടെ ഈമാൻ, നിങ്ങളുടെ ദേഷ്യം ദീനിന്റെ മാർഗത്തിലുള്ളതാണ്. നിങ്ങൾ ഒരു വഴിയിലേക്ക് കടക്കുന്നത് കണ്ടാൽ പിശാച് ആ വഴിയിലേക്ക് പ്രവേശിക്കില്ല ഉമർ. മറ്റൊരിക്കൽ ഒരു പെൺകുട്ടി ഒരു നേർച്ച നടത്തി. നേർച്ച എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, അള്ളാന്റെ റസൂലിന്റെ തലന്റെ അടുത്ത് വന്നിട്ട് ദഫ് മുട്ടും. അനുവദിച്ചൊരു വിഷയമാണ് ദഫ് മുട്ട എന്നുള്ളത്, അനുവദിച്ചൊരു വിഷയം. മറ്റ് മ്യൂസിക്കിനും വാദ്യോപകരണങ്ങൾക്കൊന്നും ഇത് തെളിവാക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിന് എത്രയോ വിരോധിച്ചുകൊണ്ടുള്ള ഹദീസുകളും ആയത്തുകളും നമുക്ക് കാണാൻ കഴിയും, തഫ്സീറുകൾ. ഒരു പെൺകുട്ടി നേർച്ചയാക്കിയതാണ്, അടിമ പെൺകുട്ടിയാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തലയുടെ അരികിൽ വന്നിട്ട് ഞാൻ ദഫ് മുട്ടാൻ നേർച്ചയാക്കി. റസൂലിനോട് വന്നിട്ട് പറഞ്ഞു, നബി അങ്ങയുടെ തലന്റെ അടുത്ത് വന്ന് ഞാൻ ദഫ് മുട്ടാന്ന് നേർച്ചയാക്കിയിട്ടുണ്ട്. നബി പറഞ്ഞു, ഏതായാലും അനുവദിച്ചൊരു വിഷയമല്ലേ, ദഫ് മുട്ടട്ടെ. ആ പെൺകുട്ടി തലയുടെ അരികിൽ വന്ന് ദഫ് മുട്ടാൻ തുടങ്ങി. അബൂബക്കർ റളിയല്ലാഹു തആല വന്നു, ഉസ്മാൻ റളിയല്ലാഹു തആല വന്നു. പെണ്ണ് ദഫ് മുട്ടിക്കൊണ്ടേയിരിക്കാൻ. ദൂരെ നിന്ന് ഉമർ റളിയല്ലാഹു തആല വരുന്നുണ്ട്. അത് കണ്ട ഉടനെ ദഫ് താഴെയിട്ട് അതിന്റെ മുകളിൽ ആ പെണ്ണിരുന്നു. ഇവിടെ ഒരു സംഗതിയെ നടന്നിട്ടില്ല എന്നുള്ള രൂപത്തിൽ, ഒന്നും നടന്നിട്ടില്ല എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിൽ ദഫ് താഴെ വെച്ച് അതിന്റെ മുകളിൽ ഇരുന്നിട്ട് നബിന്റെ മുഖത്തേക്ക് നോക്കിയിരിക്കാൻ. ഇത് കണ്ടപ്പോ അബൂബക്കർ റളിയല്ലാഹു ഉസ്മാൻ റളിയല്ലാഹു ചിരിക്കാൻ തുടങ്ങി. അള്ളാഹുവിന്റെ റസൂല് നേരത്തെ പറഞ്ഞ അതേ വാക്ക് ആവർത്തിച്ചു, ഉമർ, താങ്കൾ ഒരു വഴിയിലേക്ക് കടന്നു കഴിഞ്ഞാൽ ആ വഴിയിൽ പിശാച് പ്രവേശിക്കുകയില്ല. ഇതാണ് ഉമർ റളിയല്ലാഹു തആല ഈമാൻ. തിന്മകളോട് അദ്ദേഹത്തിനുണ്ടായിരുന്ന നിലപാട്.